23 സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. 700-ലധികം ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടിയാണ്. പിന്നെ കർണാടകയിൽ കോർപ്പറേഷൻ ഭരണത്തിൽ പങ്കാളിയായ ഒരു പാർട്ടിയാണ്. 7 പഞ്ചായത്ത് അവിടെ ഭരിക്കുന്നുണ്ട് പാർട്ടി. ഇത് നിസ്സാരമായി നിങ്ങളൊക്കെ ഒരു വാജ്പേയി ഭരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് ബി.ജെ.പിക്ക് ഇതേ അവസരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എത്ര ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. അന്ന് ബി.ജെ.പി ഇന്ത്യ ഭരിക്കുമെന്ന് പറയുമ്പോൾ പുച്ഛിച്ച് തള്ളിയവരുണ്ട്, നിങ്ങളെ കളിയാക്കിയവരുണ്ട്, ബി.ജെ.പിക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫാസിസം ഈ രാജ്യത്ത് വളർന്നു വരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞ പ്രസ്ഥാനമാണ് SDP. അന്ന് ഉണ്ടായിരുന്നോ? സിമി ഉണ്ടായിരുന്നു. സിമി രൂപം മാറി മറ്റു പല രൂപങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ആയിട്ടുണ്ട്, SDP ആയിട്ടുണ്ട്. താങ്കളുടെ വായിൽ നിന്ന് തന്നെ താങ്കളുടെ അസ്തിത്വം എന്താണ്, പിതൃത്വം എന്താണ് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. വാജ്പേയിയുടെ ഭരണത്തിന് മുമ്പ് ബി.ജെ.പിക്ക് 2 എംപിമാർ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഭാവിയിൽ ഫാഷിസം വളർന്നു വരുന്നു നിങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ SDP അല്ല, അന്ന് സിമി ആയിരുന്നു ഉണ്ടായിരുന്നത്, നിരോധിക്കപ്പെട്ട സംഘടനയായിരുന്നു. സിമി പറഞ്ഞു, പിന്നെ അത് പോപ്പുലർ ഫ്രണ്ടായി. പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ എന്താണ് SDP എന്നുള്ള പേരിൽ വളരെ വ്യക്തമായിട്ട് SDP എന്ന് തന്നെയല്ലേ ഇതിനകത്ത് അവരുടെ റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ പാർട്ടി എന്നേ പറഞ്ഞിട്ടുള്ളൂ, SDP എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ആ 2ാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. 2ാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫാണ്. അത് വളരെ വ്യക്തമായിട്ട് SDP എന്ന് എഴുതിയിട്ടുണ്ട്. 3ാമത്തെ പേജിൽ എത്തുമ്പോഴേക്കും വീണ്ടും തുടങ്ങുന്ന ഫസ്റ്റ് സെന്റൻസിൽ തന്നെ എക്സ്പെൻസസ് മെയ്ഡ് ബൈ PFI രേഖയുണ്ടല്ലോ, PFIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ ഈ PFIയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റിന്റെ ആ 2ാമത്തെ പോയിന്റ്, 4ാമത്തെ പോയിന്റ്, അവിടെ പാർട്ടി ആൻഡ് ഫണ്ടൽ ഓർഗനൈസേഷൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ SDPI എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ അവിടെ പാർട്ടി എന്ന് പറയുന്ന SDPI ആണെന്ന് കേരളത്തിൽ ജീവിക്കുന്നില്ല. അല്ല, അത് പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ എന്താണ് ഒരു കറുത്ത ജീവി എന്ന് പറഞ്ഞു, ആന എന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് മെൻഷൻ ചെയ്താൽ പോലും മെൻഷൻ ചെയ്താൽ പോലും അത് ED ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് ED അത് കോടതി കൊടുക്കും, നമ്മൾ തെളിയിക്കട്ടെ. അത് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നത് EDയുടെ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ED ആണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ED അല്ലാണ്ട് ഇനിയിപ്പോ നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് സ്വയം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അംഗീകരിച്ചാൽ മതി. പക്ഷേ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ ഈ പറയുന്ന ഫൈസി എന്ന് പറയുന്ന നേതാവിനെതിരായിട്ട് മറ്റു പലർക്കും എതിരെ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെയുള്ള എന്താണ് മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, കേസുകളുണ്ട്. ഇവിടെ വിഷയം മണി ലോണ്ടറിംഗ് അല്ല എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം. ഈ മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ടിട്ട് അത് PFIയുമായി കണക്റ്റഡ് ആയിരിക്കുന്നെന്നും PFI ആണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി SDPIക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നതും എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ കേസ് മണി ലോണ്ടറിംഗിലേക്ക് മാത്രം കൊണ്ടുപോയി ഒതുക്കിയിട്ട് അത് ED അങ്ങനെയാണ് ED ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു ഊരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ വിഷയം എന്ന് പറയുന്നത് മണി ലോണ്ടറിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഫൈൻ അടച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ചെയ്തോ അല്ല സോഴ്സ് കാണിച്ചോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് പോകാമായിരിക്കും. പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇലക്ഷന് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും എന്താണ് അതിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നും 2-3 തന്നെയാണ് എന്നുമുള്ള ആരോപണമാണ് മണി ട്രയൽ വഴിയിട്ട് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. സർ, ഇവിടെ അതാണ് ആരോപണം, ഇവിടെ അതാണ് വിഷയം. മണി ട്രയലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ED അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ SDPയെ കുറിച്ചിട്ട് ഇപ്പൊ വരുന്ന ആരോപണങ്ങൾ എന്താ? ഇപ്പം നടക്കുന്ന BJPയുടെ നേതൃത്വങ്ങൾ അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്നത് എന്താ? ഈ രാജ്യത്തെ മറ്റ് അന്വേഷണ ഏജൻസി NIA പോലെ അന്വേഷണ ഏജൻസികൾ ഓഫീസിലോ കോൺഗ്രസിന്റെ ഓഫീസിലോ പെട്ടെന്ന് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി വന്ന റെയ്ഡ് നടത്തിയാൽ കിട്ടാവുന്നതിനപ്പുറത്തേക്കൊന്നും SDPയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും തിരുവനന്തപുരത്ത് ഓഫീസിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും അവിടെയും ഒന്നും നേടിയെടുക്കാൻ കാരണം എന്താ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു ഭീകര പ്രവർത്തനമാണ്. അങ്ങനെ ഒന്നും ഈ SDPയുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ എല്ലാ ഭരണഘടനയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എനിക്ക് മറുപടി പറയാനുണ്ട് മഞ്ജുഷേ. സുഹൃത്തെ, താങ്കളുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്, അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടി എന്നുള്ള കാര്യം ഇവിടെ ആരെങ്കിലും ആരോപണമായിട്ട് പറഞ്ഞില്ലല്ലോ. മണി ട്രയൽ നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത് 2-1 എന്നുള്ള തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്നുമാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഒരിടത്ത് ഒരു വിഷയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ മറുതലക്കിലും സെർച്ച് നടക്കുക, റെയ്ഡ് നടക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായ പ്രോസസ്സാണ്. അവർ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, അത് കഴിയട്ടെ. പക്ഷേ EDയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി BJPയുടെ ചട്ടുകമായി ടൂളായി പ്രവർത്തിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ടൂളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ SDPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിൽ ആദ്യ രൂപമായി NDF ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും SDP ആണെങ്കിലും RSS ആണെങ്കിലും BJP ആണെങ്കിലും ഞങ്ങൾക്ക് നിലപാടുകൾ ഞങ്ങൾ പലതവണ ആവർത്തിച്ചതാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന നിലപാടാണ് ഞങ്ങൾ കഴിഞ്ഞ കാലം സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടികൾ ആർക്കും വോട്ട് ചെയ്തെന്നല്ലോ, അത് പാലക്കാട് UDFനായിരുന്നു പിന്തുണ SDPI. അതിന് പ്രധാന കാരണം നമുക്കറിയാം. അവിടെ സ്വാഭാവികമായും BJP മറുവശത്ത് വരികയും
ഒരു ഫാസിസ്റ്റ് വിരുദ്ധ നയം സ്വീകരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജയസാധ്യത ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ല വോട്ട് ചെയ്യുന്നത് വേണ്ട എന്ന് പറയാൻ, അത് വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നിലപാടിന് സാഹചര്യത്തിന് വോട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെയ്ഡിനെ പിന്തുണയ്ക്കുകയോ റെയ്ഡിനെ എതിർക്കുകയോ ചെയ്യുന്നില്ല ഷാക്കിർ. പിന്തുണയ്ക്കുകയോ റെയ്ഡിനെ എതിർക്കുകയോ ചെയ്യുന്നില്ല ഷാക്കിർ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ. ഒരു അന്വേഷണ ഏജൻസി അതിന്റെ ദൗത്യം നിർവഹിക്കുന്നത് നമുക്ക് മുൻധാരണ വെക്കാൻ പാടില്ല. എന്നാൽ ഇവരുടെ ഇഡിയുടെ പഴയകാല സ്വഭാവം വെച്ചിട്ട് 90% കേസുകളും ഇത് പിന്നെന്താ വ്യാജമായിരുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടും വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ ഇഡിയുടെ ഈ രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ പാർട്ടികളെ ഇവർ കൈകാര്യം ചെയ്യുന്ന രീതി നമുക്കറിയാം. എന്നാൽ SDPയെ സംശയത്തോടെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുന്നത് നമ്മൾ വേണ്ടെന്ന് പറയുന്നതിനാണ്. ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു രേഖകളും പിടിച്ചിട്ടില്ല. അത് സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഓഫീസ് റെയ്ഡ് ചെയ്താൽ കിട്ടുന്ന സാധാരണ കുറെ ഡോക്യുമെന്റുകളോ കുറെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ വെച്ചിരിക്കുന്ന കുറെ നോട്ടീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണെന്നാണ് SDPയുടെ അവകാശവാദം. മഞ്ജുഷേ, ഇതിനകത്ത് ഞാൻ ജൂലൈ 27, 2022 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്ത വായിക്കാം. ED റെയ്ഡ്സ് അപ്പ് by 27 times in 2014-22 compared to 2004-14 എന്നാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 2004 മുതൽ 2014 വരെ വെറും 112 സെർച്ചുകൾ മാത്രമാണ് ED നടത്തിയതെന്നുണ്ടെങ്കിൽ 2004 മുതൽ 2022 വരെയുള്ള 8 വർഷത്തിനിടയിൽ മാത്രം അത് 3010 ആണെന്നുള്ളത്. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടയിൽ 5500 സംതിങ് കോടിയാണ് ED സീസ് ചെയ്തെന്നുണ്ടെങ്കിൽ 2014 മുതൽ 2022 വരെ അത് 1,00,000 കോടിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് 23 കേസുകളിൽ ത്ത് ശിക്ഷിക്കുന്ന കാര്യം ഉണ്ടായി. ബാക്കി കേസുകളിൽ കുറെ ട്രയൽ കിടക്കുന്നുണ്ട്. ബാക്കി പറയുന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഈ ശിക്ഷിച്ച കേസുകൾ 23 അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ എണ്ണം കൂടി ഇപ്പോൾ 40 മുകളിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ബാക്കി കേസുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞു, ബാക്കിയുള്ളവരെ മുഴുവൻ വെറുതെ വിട്ട് കഴിഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ പച്ച പാവങ്ങളായിരുന്നു, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരായിരുന്നു എന്നൊന്നും അർത്ഥമില്ല. ബാക്കിയുള്ള പലതിനകത്തും ട്രയൽ നടക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ പലർക്കും സോഴ്സ് കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കണക്കുകൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകളിൽ നിന്ന് തന്നെ EDയുടെ എഫിഷ്യൻസി 2014 ശേഷം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതിനകത്ത് ഉപരി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ട്. അതിപ്പോ UDF പ്രതിനിധിയോടും പറയുകയാണ്, അദ്ദേഹത്തിന്റെ അനൌദ്യോഗിക സഖ്യകക്ഷിയായ SDPIയോടും പറയുകയാണ്. ഞാനൊരു കാര്യം നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ എനിക്ക് വേറെ മറുപടി കൊടുക്കാം. ഒരു വഴി പഞ്ചായത്ത് അവിടെ അൻസാരി പറയട്ടെ മാറിയിട്ടുണ്ടോ ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇപ്പോഴും വഴി മാത്രമല്ല, അങ്ങനെ ഒരു ചർച്ചയാണെന്നുണ്ടെങ്കിൽ അതിന് തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ടാണ് ഷാക്കിർ ഇപ്പം അങ്ങനെ ഷാക്കിറിന്റെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ മഞ്ചേശ്വരത്ത് എങ്ങനെയാണ് ലീഗ് ജയിക്കുന്നത്? പക്ഷേ ഇത് സഖ്യകക്ഷിയായിട്ട് തന്നെ ഭരിക്കുന്നുണ്ട്. പിന്തുണയോടെ നടത്തുന്നുണ്ട് കോൺഗ്രസ് ഇല്ലേ? മഞ്ജുഷ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. മഞ്ജുഷ് ഷാക്കിറെ, ഞാൻ ബാക്കി പറഞ്ഞോട്ടെ, നിങ്ങൾ അവിടെ അടങ്ങി നിൽക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന് മാതൃഭൂമിയിലാണ് സാദിഖ് അലി തങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമി SDPI തുടങ്ങിയ സംഘടനകളുമായിട്ടുള്ള ലീഗിന്റെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കേട്ടതാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ മറുപടി കേട്ടാണ്. ഇനി അത് വിടൂ. CP ജോൺ, നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം UDFിനകത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു പാർട്ടി മാത്രമാണ് നിങ്ങളുടെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള UDFിന്റെ ലീഗിനെ പോലെ തന്നെ UDFിന്റെ നേതൃസ്ഥാനത്തുള്ള ഒരാളാണ് CP ജോൺ. CP ജോൺ എന്താണ് പറഞ്ഞത്? SDPയുമായിട്ടുള്ള ബന്ധം തുറന്നു തന്നെ സമ്മതിക്കണം, മുമ്പോട്ട് പോകണം എന്നുള്ള നിലയിലാണ് CP ജോൺ പറഞ്ഞത്. അല്ലാതെ താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അപ്പൊ UDFിന്റെ മൊത്തം കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അലയൻസ് പാർട്ണർ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഘടകകൾക്കകത്തുള്ള പല പാർട്ടികളും അവരെ ഓപ്പണായിട്ട് എൻഡോഴ്സ് ചെയ്യാൻ തയ്യാറാണെന്നേ. K മുരളീധരൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ SDPI വോട്ട് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, വട്ടിയൂർക്കാവിന് ലഭിച്ചിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവരെല്ലാവരും തുറന്നു പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ മാത്രം എന്തിനാണെന്ന് ഈ തലേ തുണിയിട്ടുകൊണ്ട് ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത്? നേരിട്ട് നിങ്ങൾക്കും അങ്ങ് പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാണ് ഇത് ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ഒക്കെ പോകുന്നത്? നിങ്ങളുടെ UDFിന്റെ അകത്തുള്ള നേതാക്കൾ പറഞ്ഞ കാര്യമാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും BJPന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യം ഞങ്ങൾക്കില്ല. അല്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. അത് അല്ല, നിങ്ങൾ ആദ്യം അദാനിക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ അദാനിയുടെ കാര്യമൊക്കെ അവിടെ വിടുന്നത്. നിങ്ങൾ SDPI ലീഗിന് പോയി തുടങ്ങിയല്ലോ, നേരെ അദാനിയിലേക്ക് പോയല്ലോ. ലീഗിനെ തൊട്ടപ്പോ ഇപ്പോഴും UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനമുണ്ട് SDPയുടെ പിന്തുണയിൽ. നിങ്ങൾ ഒരു തവണ പോലും ഈ റെയ്ഡിനെ അനുകൂലിച്ചൊന്നും പറഞ്ഞിട്ടില്ല.
നിങ്ങൾ പറഞ്ഞത് ഒരു പക്ഷം പിടിക്കാനില്ല എന്നാണ്. അപ്പോൾ SDP തള്ളി പറയാൻ UDF കഴിയുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ SDP വോട്ടുകൾ നേടിയാണ് ജയിച്ചത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ പറയട്ടെ അല്ല എന്ന്. അല്ല മഞ്ജുഷേ ഒരു കൂട്ടര് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അവർ പോയി കൈ പിടിച്ച് വെച്ച് ഇപ്പൊ മാറ്റി ചെയ്യാൻ പറയണം. അതെന്ത് ജനാധിപത്യത്തിൽ ആ പാർട്ടിയുടെ ആൾ ഔദ്യോഗികമായി പറഞ്ഞില്ലേ? മാത്രമല്ല നമുക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ എത്ര ഉദാഹരണമുണ്ട്. തൃശ്ശൂരിൽ പറഞ്ഞിരിക്കുന്നത് SDP UDF പിന്തുണ പ്രഖ്യാപിച്ചു. അത് അത്ര വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്നാണ് മാധ്യമത്തിന്റെ വാർത്തയാണിത്. അല്ല, നിങ്ങൾ പറയേണ്ട ഒരു മറുപടി മഞ്ജുഷ, ഇദ്ദേഹം പറയേണ്ട ഒരു മറുപടി ED കുറിച്ച് ഇപ്പൊ, അതായത് ഈ പരൽമീന് പിടിക്കുന്ന നിങ്ങൾ തിമിംഗലത്തെ വിട്ടുകളയുന്നത് എന്തിനാണ്? കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് പല അന്വേഷണ ഏജൻസികളും കുറ്റാരോപിതരായിട്ടുള്ള അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താ ED പറഞ്ഞേക്കാത്തത്? നിങ്ങൾക്ക് നട്ടലുണ്ടോ? അല്ല, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രിമാരെ ഒക്കെ നിങ്ങൾ ED വിട്ട് പേടിപ്പിക്കുന്നുണ്ടല്ലോ? അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നു പറയണ്ട. അദാനിക്കെതിരായിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന തെളിവ് EDക്കെതിരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാളെ മുസ്ലിം ലീഗ് ഒരു പത്രസമ്മേളനം വിളിക്കും. വ്യാജമാണെന്ന് കോടതി കണ്ടെത്തിയില്ലേ? അല്ല, ഷാക്കിറെ നിങ്ങൾക്ക് അങ്ങനെ തെളിവ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു. സുരേന്ദ്രനെതിരെ അന്വേഷണ ഏജൻസികൾ തന്നെ 2 തവണ EDയോട് അന്വേഷിക്കണം. കണ്ടെത്തി ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചല്ലോ. 350 കോടി രൂപ കുഴൽപ്പണമാണ് കൊടകരയിൽ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോർപ്പറേറ്റ് കുഴൽപ്പണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ED അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസി 2 തവണ EDയോട് ആവശ്യപ്പെട്ടു. അത് മാത്രമല്ലല്ലോ, സതീഷ് എന്ന് പറയുന്ന തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് സെക്രട്ടറി, അദ്ദേഹം പറയാം 6 ചാക്കിനകത്ത് ഓഫീസിലേക്ക് BJP ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അതിൽ 3 ചാക്ക് കെട്ട് പൈസ അദ്ദേഹം വെളിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വാർത്താ സമ്മേളനം വിളിച്ച് 3 തവണ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് പച്ചയായി കേരളത്തിൽ നിൽക്കുമ്പോൾ ED എന്തുകൊണ്ടാണ് അവിടെ അന്വേഷിക്കാത്തത്? നേരത്തെ പറഞ്ഞ അദാനിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അത് പിന്നെ കള്ളപ്പണം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ഏജൻസി അന്വേഷിക്കുന്നില്ല? ഈ SDP കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പിന്നെ ചെറിയ തുകകൾ പറഞ്ഞ് വലിയ പെരുപ്പിച്ച് കാണിക്കുന്നതല്ലാതെ ഈ പറയുന്ന തുകയുടെ പരിസരത്ത് വരുന്നുണ്ടോ? ED എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക്. ഇവിടുത്തെ പൗരസമൂഹത്തിന് ED എന്ന് പറയുന്നത് വെറും കോമഡിയായി മാറി. അത് ആരൊക്കെ പറഞ്ഞു? ഇത് SDP മാത്രമല്ലല്ലോ പറയുന്നത്. ഇവിടുത്തെ കൊടിയേരി ബാലകൃഷ്ണന്റെ വീട് പിഴുതെടുക്കും, വീട് ബുൾഡോസർ കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞ ആരാ? ED പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ED എന്ന് പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് ED വീട്ടിനകത്ത് പൈസ RSSകാരുടെ ചെപ്പടിക്ക് നിൽക്കുന്ന മാത്രമല്ല, ഇത് കേന്ദ്ര ഏജൻസികൾ മുഴുവനായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അവിടെ NIAയുടെ സാന്നിധ്യം ഉണ്ടാവും. കാരണം PFI നിരോധിച്ചതിന് ശേഷവും NIA അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ടല്ലോ. PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. പലതരം റെയ്ഡുകൾ ഉണ്ടായല്ലോ, പല നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ശ്രീ അൻസാരി, മറുപടി ശ്രീ യുവരാജ്. അല്ല മഞ്ജുഷേ, ഇതിനകത്ത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടകരയിൽ ഒരു 3.5 കോടിയുടെ വിഷയം ഉണ്ടായിട്ടുണ്ട്. കൊടകരയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടേതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ മൊത്തത്തിൽ സീസ് ചെയ്തിരിക്കുന്ന 27 കോടി രൂപ എന്തോ ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ മുഴുവനും ED അന്വേഷണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്നും പൈസ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തുകയുടെ എണ്ണം വളരെ വലുതാണ്. 27 കോടി എന്നല്ല, അത് 500 കോടിക്ക് പുറത്താണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന്റെ പിറകിൽ ഇന്നേ വരെയും രാജ്യത്തൊരിടത്തും ED അന്വേഷണം പ്രഖ്യാപിച്ച ചരിത്രം ഉണ്ടായതായിട്ട് എന്റെ അറിവിലില്ല. ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയമല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന താങ്കളുടെ അനൌദ്യോഗിക സഖ്യകക്ഷിയായിട്ടുള്ള UDFന്റെ പ്രതിനിധിക്ക് പോലും ഇതിന് അഭിപ്രായമില്ല. കാരണം അവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ കള്ളനാണ്, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പോൾ അവരും കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പറഞ്ഞത്. അതിനുശേഷം അവരും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് തരാതരം പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ പറയുന്ന രാജ്യത്തെ സോ കോൾഡ് ഫാഷിസ്റ്റ് വിരുദ്ധ ചേരി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം പിന്നെ ജനങ്ങൾ മുഴുവൻ താങ്കളുടെ SDP ഓഫീസിൽ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് അങ്ങ് പോവുകയല്ലേ? നിങ്ങളുടെ അഭിപ്രായമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നങ്ങ് പറഞ്ഞാൽ മതി. ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്തില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. 23 സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. 700-ലധികം ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടിയാണ്. പിന്നെ കർണാടകയിൽ കോർപ്പറേഷൻ ഭരണത്തിൽ പങ്കാളിയായ ഒരു പാർട്ടിയാ. 7 പഞ്ചായത്ത് അവിടെ ഭരിക്കുന്നുണ്ട് പാർട്ടി.
ഇത് നിസ്സാരമായി നിങ്ങളൊക്കെ തള്ളി ഒരു പിന്നെ വാജ്പേയി ഭരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് BJPക്ക് ഇതേ അവസരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എത്ര പിന്നെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. അന്ന് BJP ഇന്ത്യ ഭരിക്കുമെന്ന് പറയുമ്പോൾ പുച്ഛിച്ച് തള്ളിയവരുണ്ട്, നിങ്ങളെ കളിയാക്കിയവരുണ്ട്, BJPക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫാസിസം ഈ രാജ്യത്ത് പിന്നെ വളർന്നു വരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞ പ്രസ്ഥാനമാണ് പിന്നെ SDPI. അന്ന് SDPI ഉണ്ടായിരുന്നോ? 15 ഞാൻ ചോദിക്കട്ടെ, അന്ന് SDPI ഉണ്ടായിരുന്നോ? അന്ന് SDPI ഇല്ലായിരുന്നു.